Jolly Tutorials. ഇന്ന് നമ്മളുടെ 9th ക്ലാസ്സിലെ ഫസ്റ്റ് ക്ലാസ് ആണ് ആൻഡ് we are starting with physics and let's start chapter 8 motion. മോഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് a chapter which defines about kinds of motion, പിന്നെ യൂണിഫോം മോഷൻ, നോൺ യൂണിഫോം മോഷൻ, അതിൻ്റെ ഓരോ ഇക്വേഷൻസ് നമ്മൾ ഗ്രാഫ് വരയ്ക്കും, അതിൽ നിന്ന് ഇക്വേഷൻസ് നമ്മൾ ഡിറൈവ് ചെയ്യും. So let's start with the introduction. An object may appear to be moving for one person and stationary for some other. ഇത് നമ്മൾ പ്രാക്ടിക്കലി ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു മൂവിങ് ബസ് നിങ്ങൾ ഇമാജിൻ ചെയ്യും. അപ്പം റോഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് എന്താ തോന്നുന്നത്, ആ ബസ്സിനകത്ത് ഇരിക്കുന്ന ആൾക്കാരും മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് തോന്നും. പക്ഷെ ആ ബസ്സിനുള്ളിലുള്ള ആൾക്കാർക്ക് എന്താ തോന്നുന്നത്, ഇപ്പം ഞാൻ ആ ബസ്സിനകത്തുണ്ടെന്ന് നിൽക്കും, എൻ്റെ അടുത്ത സീറ്റിലിരിക്കുന്ന ആള് മൂവ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുമോ? ഇല്ല. എൻ്റെ അടുത്തിരിക്കുന്ന ആള് അറ്റ് ദ പൊസിഷൻ ഓഫ് അല്ലെങ്കിൽ അറ്റ് റെസ്റ്റ് ആണെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഞാൻ നോക്കുമ്പം അയാൾ മൂവ് ചെയ്യുന്നില്ല. സോ ഹീ ഈസ് അറ്റ് റെസ്റ്റ് ഫോർ മീ. ബട്ട് റോഡിൽ നിൽക്കുന്ന ആള്, ബസ്സിൻ്റെ പുറത്ത് റോഡിൽ നിൽക്കുന്ന ആൾക്ക് that person is moving along with the bus എന്നാണ് തോന്നുന്നത്. So that is a small observation about the motion of different objects. So motion may be straight line, അതായത് ഇങ്ങനെ നേരെ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ലൈനിൽ കൂടെ ഒരു ഒബ്ജക്റ്റിനെ ഇങ്ങനെ മൂവ് ചെയ്യും. So this is straight line motion. In circular path it can rotate. നമ്മളുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യത്തില്ലേ, ലൈക്ക് ഇതിപ്പോൾ നമ്മുടെ എർത്ത്, സോ ദിസ് റൊട്ടേറ്റ്സ്, സോ ഇറ്റ് ഈസ് ഓൾസോ എ മോഷൻ. ആൻഡ് സം ഒബ്ജെക്ട്സ് വൈബ്രേറ്റ്, എസ്പെഷ്യലി പാർട്ടിക്കിൾസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഒരു കണ്ടെയ്നർ ഹീറ്റ് ആവുന്നതെന്നൊക്കെ. അപ്പം ആ കണ്ടെയ്നറിനകത്ത് ഹീറ്റ് എനർജി ചെല്ലുമ്പോഴത്തേക്ക് ആ കണ്ടെയ്നറിനകത്ത് പാർട്ടിക്കിൾസ് വൈബ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു പാർട്ടിക്കിളിൽ നിന്ന് അടുത്ത പാർട്ടിക്കിളിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നത്. So those vibrations, it's also a kind of motion. So this is a general introduction of our chapter. Another topic, describing a motion. So how can we describe where an object is, അല്ലെങ്കിൽ അതിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ അത് ഏത് പോയിന്റിൽ കൂടി ഇപ്പോൾ മൂവ് ചെയ്യുന്നതൊക്കെ നമ്മൾ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് അടുത്ത് നമുക്ക് നോക്കാൻ. ഇപ്പം ചുമ്മാതെ ആ ഒരു ഒബ്ജക്റ്റ് അവിടെ അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. വി ഹാവ് ടു specifically tell them ki idinte location evideyanu. So what should we do? We can locate an object by specifying a reference point, allengi aa reference point ine parayuna vera perana origin. So aa reference point vechitte namukku describe cheyan pattathullu idinte location evideyanu. Ayine oru example parayanengil ippam ningalude veedu evideyaanu arengiലും ചോദിച്ചാൽ നിങ്ങൾ അതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പോയിന്റ് പറയും. ഇപ്പം ലുലു മോളിൻ്റെ അടുത്താണെങ്കിൽ വിൽ സേ ലുലു മോളിൻ്റെ അടുത്ത് നിന്ന് 3 കിലോമീറ്റർ മാറിയ എൻ്റെ വീട്. സോ ദാറ്റ് ലുലു മോൾ ഇസ് ദ റെഫറൻസ് പോയിന്റ് and എൻ്റെ വീട് is the object. In the same way, if we say that the school is 2 kilometers far from railway station, ഇവിടെ object is the school and നമ്മളുടെ reference point ആണ് railway station. So this is how we describe the location of an object or describe motion. നമ്മൾ ഇൻട്രൊഡക്ഷൻ അത് പഠിച്ചായിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോഷൻ ഉണ്ടെന്ന്. ബട്ട് ആ ഡിഫറെൻറ്റ് ടൈപ്സിനകത്ത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള കൈൻഡ് ഓഫ് മോഷൻ is along a straight line. So the simplest type of motion is along a straight line. ബാക്കി എല്ലാത്തിൻ്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ കുറച്ചും കൂടെ കോംപ്ലെക്സ്. അതുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് സ്ട്രേറ്റ് ലൈനിൽ കൂടെയുള്ള മോഷനാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഇതിനകത്ത് നമ്മൾ ഇതിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ കുറച്ചുകൂടെ നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് ലെറ്റ്സ് ടേക്ക് എൻ എക്സാമ്പിൾ. ഇതിനൊരു നമ്പർ ലൈൻ, ഒരു സ്ട്രേറ്റ് നമ്പർ ലൈൻ വരച്ച് വെച്ചേക്കുക. ആൻഡ് ദർ ആർ 4 പോയിന്റ്സ് 0, A, B and C. Imagine an object starts its traveling from this point 0 and ഇത് C വരെ ട്രാവൽ ചെയ്യും. ഇവിടെ എത്തിയിട്ട് ഇത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം സ്ട്രേറ്റ് ലൈനിൽ കൂടെ ഓയിൽ നിന്ന് C വരെ പോകും. അത് കഴിഞ്ഞിട്ട് it travels from C through this path itself back to A, this point. Okay, so this was its first position. It traveled through this straight line and ee C letti, this was the second position. Then it traveled back through this path itself and it reached here, which is the third and the final position. ഈ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നതിനകത്ത്
ഈ ഒരു ഒബ്ജക്റ്റ് ടോട്ടലി എത്ര ലെങ്ത് കവർ ചെയ്തു നമ്മൾക്ക് കണ്ടുപിടിക്കണം. അതിപ്പോൾ നമ്മൾ ഇവിടെ നമ്പർ ലൈൻ കൊടുത്തിട്ടുണ്ട്, സോ ഇറ്റ്സ് ഈസി. ഇവിടുന്ന് സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ സി വരെ എത്താനായിട്ട് ഇത് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു, ഇത് കിലോമീറ്ററിലാണ് നിങ്ങൾക്ക്. സോ ഫസ്റ്റ് ഇതിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഒ തൊട്ട് സി വരെയുള്ള ലെങ്ത് വേണ്ടേ, ഒ സി പ്ലസ് then we have to find this much length കാരണം ഇത് പിന്നെ തിരിച്ച് ഇവിടുന്ന് എ വരെ വന്നു. So then we have to find AC or CA, both are right. So this is equal to OC എന്ന് പറയുമ്പോൾ എത്രയാ ഇതിന്റെ മെഷർമെന്റ്, 40 കിലോമീറ്റർ അല്ലേ. O തൊട്ട് 0 തൊട്ട് C വരെ 40 കിലോമീറ്റർ പ്ലസ് AC എന്ന് പറയുമ്പോൾ നോക്ക്, ഇത് 10-ലും ഇത് 40-ലും ആണ്. സോ 40 minus 10 which is equal to 30. So this is 30 kilometer. Okay, so 40 plus 30 എത്രയാകും, 70 kilometer. സോ ഈ ഒരു ഒബ്ജക്റ്റ്, ഈ ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ആ ഒബ്ജക്റ്റ് ടോട്ടലി കവർ ചെയ്ത ലെങ്ത് എത്രയാണ്, 70 കിലോമീറ്റർ. ഈ ടോട്ടലി കവേർഡ് ലെങ്ത്, അത് എത്ര ദൂരം അത് സഞ്ചരിച്ചു ഇൻ ടോട്ടൽ, അതിന് പറയുന്ന പേരാണ് ഡിസ്റ്റൻസ്. അതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി ആണ്. ആൻഡ് ദ ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ എനി ഒബ്ജക്റ്റ് ഡ്യൂറിങ് എ മോഷൻ, അതിന് നമ്മൾ പറയുന്ന പേരാണ്, അത്രയും നമുക്ക് ആ കിട്ടുന്ന ഇപ്പം ഈ കിട്ടിയിരിക്കുന്ന ഈ 70 കിലോമീറ്റർ ഉണ്ടല്ലോ, അതെന്താ, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ ഒബ്ജക്ട്. സോ ദാറ്റ് ഈസ് ഡിസ്റ്റൻസ്. ഇനി ഡിസ്റ്റൻസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഇറ്റ് ഓൺലി നീഡ്സ് ന്യൂമറിക്കൽ വാല്യൂ. നമ്മൾ ഡിസ്റ്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ആ ന്യൂമറിക്കൽ വാല്യൂ മാത്രം മതി. നമ്മളുടെ ഈ ഒബ്ജക്റ്റ് ഏത് ഡയറക്ഷനിലോട്ടാണ് പോയത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതിപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ, ഇപ്പം ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് നമ്മൾ മുമ്പോട്ട് പഠിക്കുമ്പോൾ നമുക്ക് കാണും, ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനകത്ത് അതിൻ്റെ ഡയറക്ഷനും ഇമ്പോർട്ടൻ്റ്. അത് എങ്ങോട്ടാണ് ആ മോഷൻ, ആ ഒബ്ജക്റ്റിൻ്റെ മോഷൻ ഏത് ഡയറക്ഷനിലോട്ടാണെന്ന് കൺസിഡർ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ്. പക്ഷെ നമ്മൾ ഡിസ്റ്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ വി ഓൺലി നീഡ് ദ മാഗ്നിറ്റ്യൂഡ് ഓർ ദ ന്യൂമറിക്കൽ വാല്യൂ. സോറി ടു യൂസ് ദ വേർഡ് മാഗ്നിറ്റ്യൂഡ് നൗ, ബട്ട് വി ഓൺലി നീഡ് ദ ന്യൂമറിക്കൽ വാല്യൂ. അത് എത്ര നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഈ 70 എന്ന് കിട്ടിയില്ലേ, ഇതാണ് ന്യൂമറിക്കൽ വാല്യൂ. ഇത് മാത്രം മതി നമുക്ക് ഡിസ്റ്റൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. സോ ഈ ന്യൂമറിക്കൽ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെയും ന്യൂമറിക്കൽ പാർട്ട്, ന്യൂമറിക്കൽ വാല്യൂവിന് നമ്മൾ പറയുന്ന പേരാണ് മാഗ്നിറ്റ്യൂഡ്. ഇപ്പം അതിൻ്റെ എക്സാമ്പിൾ എടുക്കുവാണെങ്കിൽ ഇതൊന്ന് കാണിച്ചിട്ടുള്ളത്, ഇപ്പം എൻ്റെ കയ്യിൽ 50 കിലോഗ്രാം ഓഫ് റൈസ് ഉണ്ടെന്ന് വെക്ക്. സോ ഇതിനകത്ത് ഈ 50 എന്ന് പറയുന്നതാണ് എൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഈ ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി 50 കിലോഗ്രാം എന്ന് പറയുമ്പോൾ വെയിറ്റ് ആണ്. സോ ഇതിനകത്ത് 50 ആണ് എൻ്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ദ ന്യൂമറിക്കൽ വാല്യൂ. ഇനി ഞാൻ പറയുക, ഷീ ഓർ ഹി ഈസ് മൂവിങ് ടു ഈസ്റ്റ് അറ്റ് 5 meter per second സ്പീഡ്. അപ്പം സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി, ഈ ടേംസ് ഒക്കെ നമ്മളിനി മുമ്പോട്ട് പഠിക്കും. ഇപ്പം ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാനായിട്ട് ഇതെടുക്കണം. ഇപ്പം ഞാൻ ഇപ്പം ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്, ഇത് വെലോസിറ്റിയാണ്. സോ ചില അങ്ങനത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രം പോരാ, അതിന് അതിൻ്റെ ഡയറക്ഷനും കൂടെ സ്പെസിഫൈ ചെയ്യണം. പക്ഷെ ഏതൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റി നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടും അത് എത്ര എമൗണ്ട് ഉണ്ടെന്ന് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് വേണം, മാഗ്നിറ്റ്യൂഡ് ഉറപ്പായിട്ടും വേണം. എന്ന് വെച്ചാൽ അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ദാറ്റ് ഈസ് ഇറ്റ് അബൌട്ട് മാഗ്നിറ്റ്യൂഡ്. ഇനി നമുക്ക് അടുത്ത ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിലോട്ട് പോകാം. നമ്മളിപ്പം ചെയ്ത എക്സാമ്പിളിൽ നിന്ന് നമുക്ക് ഡിസ്റ്റൻസ് എന്താണെന്ന് പഠിക്കാൻ പറ്റി. ഇനി നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് പഠിക്കാൻ പോവാം. ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഒബ്ജക്റ്റ് ഒയിൽ നിന്ന് സി വരെ ട്രാവൽ ചെയ്തു ആൻഡ് ദെൻ ബാക്ക് ടു എ, സിയിൽ നിന്ന് ബാക്ക് ടു എ. അപ്പം ഇതാണ് ഈ ഒ ആണ് എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. ഞാൻ സ്മോൾ ലെറ്റർ ഐ വെച്ച് അതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ആൻഡ് ഈ എ ആണ് എൻ്റെ ഫൈനൽ പൊസിഷൻ. ഇത് സ്മോൾ ലെറ്റർ എഫ് വെച്ച് ഞാൻ റെപ്രസെൻറ്റ് ചെയ്യുക. സോ ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഈ ഫൈനൽ പൊസിഷനിലോട്ട് ഞാനിപ്പം പോയത് ഇവിടം വരെ പോയി, അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് വന്നു. ഓക്കെ, പക്ഷെ എനിക്ക് ഇങ്ങനെ മാത്രമേ ഓയിൽ നിന്ന് എയിലോട്ട് വരാൻ പറ്റത്തുള്ളൂ? ഒരിക്കലും അല്ല. ഓയിൽ നിന്ന് ഡയറക്റ്റ് എനിക്ക് എയിലോട്ട് വരാമല്ലോ,
I can travel from O to A directly. അങ്ങനെയാണെങ്കിലും എനിക്ക് വരാം. So this distance, ഇതാണ് എൻ്റെ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ തമ്മിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇത് മനസ്സിലാക്കാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇതൊരു പോയിന്റ് എ, ഇതൊരു പോയിന്റ് ബി. ആദ്യം ഇങ്ങനെ ഒരു റൂട്ട് എടുത്തു, ഇങ്ങനെ ഒരു പാത്ത് എടുത്തു. അടുത്ത ഇങ്ങനെ ഇച്ചിരി കൂടെ വളഞ്ഞൊരു പാത്ത് എടുത്തു. ഓക്കെ, ദെൻ തേർഡ് ഇങ്ങനെ പോയി. ഓക്കെ, ഈ 3 റൂട്ട്സിലും ഞാൻ പോയാൽ എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ എയും ഫൈനൽ പൊസിഷൻ ബി തന്നെ. ഞാൻ എത്തേണ്ടടുത്ത് എത്തും. എങ്ങനെ ഏത് റൂട്ടിൽ കൂടെ പോയാലും എനിക്ക് എയിൽ നിന്ന് ബിയിലോട്ട് എത്താം. പക്ഷേ ഇങ്ങനെയൊക്കെ പോകുന്നതിനേക്കാളും ഏറ്റവും ഷോർട്ടസ്റ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസ് എന്താ? എയിൽ നിന്നൊരു സ്ട്രേറ്റ് ലൈനിൽ കൂടെ ബിയിലോട്ട് പോകുന്നതല്ല എൻ്റെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. അപ്പം ഈ 1, 2, 3 ഈ 3 പാർട്സിൽ കൂടെ പോകുന്നതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ഒരു മോഷൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ എയിൽ നിന്ന് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഏറ്റവും എളുപ്പം എങ്ങനെ, അല്ലെങ്കിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കവർ ചെയ്ത് എങ്ങനെ ബിയിലെത്താം, ഇതിന് പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. Okay, so displacement is the shortest distance measured from initial position to final position of any body. നമ്മളുടെ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ടുള്ള അത്രയും ഡിസ്റ്റൻസ്, അത്രയും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എത്രയാണോ അതിന് നമ്മൾ പറയുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഈ ഡിസ്റ്റൻസിൻ്റെയും ഡിസ്പ്ലേസ്മെന്റിൻ്റെ ഒക്കെ സ്റ്റാൻഡേർഡ് SI യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ ആണ്. ഓക്കെ, Meter is the SI unit of distance and displacement. അപ്പം ഈ above എക്സാമ്പിൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു ഡിസ്റ്റൻസ് 70 കിലോമീറ്റർ ആണ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു. ഡിസ്റ്റൻസ് നമ്മൾ 70 കിലോമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഇനി ഈ above എക്സാമ്പിളിൽ ഇനീഷ്യൽ പൊസിഷൻ എന്താ? O അല്ലേ? O. ഫൈനൽ പൊസിഷൻ എയിൽ. സോ വാട്ട് വുഡ് ബി ദ ഡിസ്പ്ലേസ്മെന്റ്? ഇത്രയും ഈ ഡിസ്റ്റൻസ് അല്ലേ നമ്മളുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റ് വുഡ് ബി 10 കിലോമീറ്റർ ഇൻ ദിസ് കേസ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡിസ്റ്റൻസിന് ഡിസ്പ്ലേസ്മെന്റിന്റെ SI യൂണിറ്റ് ആണ് ഞാൻ പറഞ്ഞത് മീറ്റർ ആണെന്ന്. ഇതിനകത്ത് ഒരു കിലോമീറ്ററിന് സ്പെസിഫൈ ചെയ്തുകൊണ്ട് ദ ഡിസ്പ്ലേസ്മെന്റ് ഇസ് 10 കിലോമീറ്റർ. ഇനി അടുത്തൊരു എക്സാമ്പിൾ നിങ്ങൾ ഇതിനകത്ത് തന്നെ നമുക്ക് വേറെ ഒരു ഒബ്സർവേഷനും കൂടെ നമുക്ക് ഫൈൻഡ് ചെയ്യാം, which is consider that our object is moving from O to C. ഓയിൽ നിന്ന് സി വരെ ആദ്യം ട്രാവൽ ചെയ്തു, ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്ത പോലെ. ബട്ട് നൗ ദെൻ ഇറ്റ് മൂവ്സ് ഫ്രം സി ടു ബാക്ക് എ. അത് ഓയിൽ നിന്ന് സി വരെയും ട്രാവൽ ചെയ്തു. അതെങ്കിൽ സിയിൽ നിന്ന് ദ ഒബ്ജക്ട് കെയിം ബാക്ക് ടു O, അതിൻ്റെ ഇനീഷ്യൽ പൊസിഷനിലോട്ട് തന്നെ എത്തി. അപ്പം ഇപ്പം ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഇനീഷ്യൽ പൊസിഷനും O ആണ്, ഫൈനൽ പൊസിഷനും O തന്നെയാണ്. അപ്പം ഈ ഒരു കേസിനകത്ത് ഡിസ്റ്റൻസ് ട്രാവൽഡ് എത്രയാ? ഡിസ്റ്റൻസ് ട്രാവൽ വുഡ് ബി 0 to C എന്ന് പറയുമ്പോൾ 40, ദെൻ C to O എന്ന് പറയുമ്പോഴത്തേക്ക് അഗൈൻ 40. സോ ഡിസ്റ്റൻസ് ട്രാവൽ വുഡ് ബി 80 കിലോമീറ്റർ. ബട്ട് ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കുന്നത് ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ ചെയ്തിട്ടാണ്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഫൈനൽ പൊസിഷനും O ആണ്, ഇനീഷ്യൽ പൊസിഷനും O തന്നെയാണ്. സോ നമ്മളുടെ ആൻസർ എന്താകും? 0. So the displacement is 0, but distance traveled is 80 kilometers. So നിങ്ങൾക്ക് true or false നകത്ത് justification അതൊക്കെ ഇത് ചോദിക്കാം. Can displacement be 0 and distance have some value? അപ്പം അങ്ങനത്തെ കേസും ട്രൂ ആണ്. If initial position and final position is same, then the displacement would be 0. ഇതിൻ്റെ ഒരു ടിപ്പിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ അതിപ്പം നമ്മൾ പഠിക്കുന്നില്ല, പക്ഷെ മുമ്പോട്ട് പോയി കുറേ നമ്മൾ കാണുന്നത് ഒരു സർക്കുലർ പാത്തിൽ കൂടെയുള്ള മോഷൻ. അപ്പോൾ ഈ സർക്കുലർ പാത്തിനകത്ത് എൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഈ P എന്ന് പറഞ്ഞ പോയിന്റ്, ഈ ഇനീഷ്യൽ പൊസിഷൻ, ഞാൻ ഇപ്പോൾ ഇവിടുന്ന് ട്രാവൽ ചെയ്യാൻ തുടങ്ങി, ഈ സർക്കിളിൽ കൂടെ ട്രാവൽ ചെയ്ത് തിരിച്ച് ഇവിടെ തന്നെ എത്തി. ഇത് തന്നെ എൻ്റെ ഫൈനൽ പൊസിഷനും ആണെങ്കിൽ അവിടെയും എൻ്റെ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ ഡിസ്പ്ലേസ്മെന്റ് ക്യാൻ ബി 0 ഈവൻ വെൻ ഡിസ്റ്റൻസ് ഹാസ് സം വാല്യൂ.
or even when distance is not equal to 0. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ് യൂണിഫോം ആൻഡ് നോൺ യൂണിഫോം മോഷൻ. ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ എടുക്കാം. ഒരു മൂവിങ് കാറിൻ്റെ ഒരു എക്സാമ്പിൾ. ദിസ് വുഡ് ബി ആൻ ഇമാജിനറി സിറ്റുവേഷൻ, കാരണം റിയൽ ലൈഫിൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ലൈഫിൽ ദിസ് ഇസ് ഓൾമോസ്റ്റ് ഇമ്പോസിബിൾ. അപ്പം ഈ ഒരു മൂവിങ് കാറിൻ്റെ ഞാൻ ടൈമും അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസും ഞാൻ മെഷർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഫസ്റ്റ് സെക്കൻഡിൽ അത് മൂവ് ചെയ്യാൻ തുടങ്ങി ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിൽ അത് 5 മീറ്റർ കവർ ചെയ്യും. സെക്കൻഡ് സെക്കൻഡിൽ അത് വീണ്ടും 5 മീറ്റർ, തേർഡ് സെക്കൻഡിലും 5 മീറ്റർ, അങ്ങനെ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ സെക്കൻഡിലും ഇത് 5 മീറ്റർ വീതമാണ് കവർ ചെയ്തുകൊണ്ട് പോകുന്നത്. സോ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മോഷൻ നമ്മൾ പറയുന്ന പേരാണ് യൂണിഫോം മോഷൻ. കാരണം in uniform motion the object covers equal distances in equal intervals of time. ഇവിടെ നോക്കൂ, ഇത് ഇന്റർവൽ ഓഫ് ടൈം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തമ്മിലുള്ള എത്ര ടൈം ലാപ്പ് ഉണ്ടെന്ന്, അതായത് എത്ര ഡിഫറൻസ് ഉണ്ടെന്ന്. ഇത് തമ്മിൽ 1 സെക്കൻഡിന്റെ വ്യത്യാസമല്ലേ, ഇത് തമ്മിലും 1 സെക്കൻഡിന്റെ വ്യത്യാസമല്ലേ, അടുത്തത് തമ്മിലും 1 സെക്കൻഡിന്റെ വ്യത്യാസമായിരിക്കും. അപ്പൊ ഇവിടെ നോക്കൂ, ഡിസ്റ്റൻസ് സെയിം തന്നെയല്ലേ. ഇതിനകത്ത് 1 സെക്കൻഡിനകത്ത് ഇവർ 5 മീറ്റർ കവർ ചെയ്തു, സെക്കൻഡിനകത്ത് ഇവർ 5 മീറ്റർ കവർ ചെയ്തു, തേർഡ് സെക്കൻഡിനകത്തും ഇവർ 5 മീറ്റർ കവർ ചെയ്തു. അതിന് പകരം ഇപ്പൊ ഇവിടെ 5ഉം 5ഉം ഇവിടെ 10 ആയിരുന്നു എന്ന് ഓർക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം ആണ്. ടൈം എപ്പോഴും നമ്മൾ മെഷർ ചെയ്യുന്നത് അത് ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം തന്നെ പോകുന്നത്. പക്ഷെ ഡിസ്റ്റൻസ് ഈക്വൽ ആണോ? അല്ല. ഒരു ഫസ്റ്റ് സെക്കൻഡിൽ 5 മീറ്റർ കവർ ചെയ്യും, സെക്കൻഡ് സെക്കൻഡിൽ 5 മീറ്റർ കവർ ചെയ്യും, തേർഡ് സെക്കൻഡിൽ 10 മീറ്റർ കവർ ചെയ്യുന്നെങ്കിൽ അങ്ങനെയുള്ളതിന് നമ്മൾ പറയുന്ന പേരാണ് നോൺ യൂണിഫോം മോഷൻ. അൺഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം. സോ ഇതിവിടെ 5 തന്നെ വന്നാലേ നമുക്ക് ഇതിനെ യൂണിഫോം മോഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ. യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് തന്നെയാണ് കവർ ചെയ്തുകൊണ്ട് പോകുന്നത്. നമ്മളുടെ ആ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് ഒരു സെക്കൻഡിൽ 5 മീറ്റർ ആണെങ്കിൽ അടുത്ത സെക്കൻഡിൽ അത് 5 മീറ്റർ തന്നെ കവർ ചെയ്യും. എല്ലാ സെക്കൻഡ്സിലും അത് സെയിം 5 മീറ്റർ തന്നെ കവർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ നോൺ യൂണിഫോം മോഷനിലാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡിൽ 5 ആണെങ്കിൽ സെക്കൻഡ് സെക്കൻഡിലും 5 ആണെങ്കിൽ തേർഡ് സെക്കൻഡിൽ 10ഓ 15ഓ അങ്ങനെ അത് മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് സ്ലോ ആയിരിക്കും, ചിലപ്പോൾ അത് ഫാസ്റ്റ് ആയിരിക്കും. സോ അങ്ങനത്തെ ടൈപ്പ് ഓഫ് മോഷൻ നമ്മൾ പറയുന്നതാണ് നോൺ യൂണിഫോം മോഷൻ. സോ ഈ യൂണിഫോം മോഷനകത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ടൈം ഇന്റർവൽ ഷുഡ് ബി വെരി സ്മോൾ. അത് ഇവരൊരു നോട്ട് പോലെ തന്നേക്കുന്ന സംഭവമാണ്. The time interval that we consider in uniform motion must be small. അതായത് വലിയ ടൈം ഇന്റർവെല്ലിൽ നമുക്കത് ഒരിക്കലും ഇത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. സോ സ്മോൾ ടൈം ഇന്റർവെല്ലിലാണ് യൂണിഫോം മോഷൻ പിന്നെയും കുറച്ചും കൂടെ പോസിബിലിറ്റി ഉള്ളത്. നോൺ യൂണിഫോം മോഷൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാ ദിവസവും കാണാറുള്ളതാണ്. നമ്മളുടെ ഒരു ടിപ്പിക്കൽ ട്രാഫിക്കിനകത്തൂടെ മൂവ് ചെയ്യുന്ന കാറിൻ്റെ കേസ് എടുക്കുക. അപ്പം ആ ട്രാഫിക് പീക്ക് ലെവലിൽ നിൽക്കുമ്പോൾ കാർ സ്ലോ ആയിട്ടേ പോകത്തുള്ളൂ. അത് കഴിഞ്ഞ് ട്രാഫിക്കൊക്കെ കുറച്ച് മാറിക്കഴിയുമ്പോൾ നമുക്ക് സ്പീഡ് കൂട്ടിപ്പോവും. സോ ഫസ്റ്റ് സെക്കൻഡിൽ അത് ഒത്തിരി സ്ലോ ആയിട്ട് ട്രാഫിക്കിൽ പെട്ട് ഒരു 1 മീറ്റർ പെർ സെക്കൻഡ് ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ കവർ ചെയ്യുന്നെങ്കിൽ ആ ട്രാഫിക് ഒക്കെ മാറിക്കഴിയുമ്പോൾ അത് 5 മീറ്റർ അല്ലെങ്കിൽ 10 മീറ്റർ പെർ സെക്കൻഡ് അതിന് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ദ വെരി ഗുഡ് എക്സാമ്പിൾ ഓഫ് നോൺ യൂണിഫോം മോഷൻ. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് ദിസ് ടോപ്പിക് ടു, ആൻഡ് ലെറ്റ്സ് ഓൾ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.